ഹലോ ഗൈസ്, വളരെ സന്തോഷം സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണതിന്. സാധാരണ ഒരു വീട്ടമ്മയായ എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. പിന്നെ കമൻസിൻ്റെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഇട്ടിട്ട് പൊക്കോളൂ. എനിക്ക് വലിയ സന്തോഷമാവും. അത് ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമായി. നമ്മൾ ഇന്ന് വിളവെടുപ്പിന് ഇറങ്ങിയതാണ് പറമ്പിൽ. രാവിലെ തൊട്ട് വീഡിയോസ് കണ്ടവർക്ക് അറിയാലോ. അപ്പോൾ നമ്മൾ മുളകിനുള്ള തടം ഒരുക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. 10 ദിവസത്തിന് മേലെ ഈ തടം ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇതിൽ കുമ്മായാണ് ആ വെളുത്ത കളറിൽ നിങ്ങൾ കാണണത്. അപ്പോൾ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം ഇനി നമുക്ക് മുളക് തൈ നടാൻ. അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് ഇടാം. പിന്നെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്തെടുക്കാൻ സമയം വൈകിട്ടുണ്ട്. അത് കാരണം തന്നെ അത് മൂത്തും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും, അത് വിത്തിനായിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. പിന്നെ ചീര പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കണ കാരണം ചേട്ടനും ഞാനും 2 വഴിക്കായി. ഇപ്പോൾ ചീര അരിഞ്ഞ് ചേട്ടൻ അപ്പുറത്ത് അരിയുന്നുണ്ട്, ഞാൻ ഇവിടെ അരിയുന്നുണ്ട്. അങ്ങനെ ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ഒരു തോരനും പരിപ്പിലിടാനുള്ളതും അങ്ങനെ ഇന്നിപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും അരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഞാനൊരു വ്ളോഗിൽ പറഞ്ഞില്ലേ, പപ്പായ തൈകൾ ഞങ്ങൾ ചെരിച്ച് വെച്ച് കൊടുത്തപ്പോൾ ചോട്ടിൽ നിന്ന് തന്നെ പപ്പായ ഉണ്ടായി തുടങ്ങിയെന്ന്. അപ്പോൾ അതിലൊരെണ്ണം പഴുക്കാറായിട്ടുണ്ട്. കളറൊക്കെ ഒരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചേട്ടൻ അവിടെ തന്നെ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ വിളവെടുപ്പൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ആയെന്നാണ് എന്നോട് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലില്ല, അതും ഒന്നുകൂടി യെല്ലോ കളറായിട്ട് പൊട്ടിക്കാമെന്ന് പറയണതാണ്. നിമിഷം എത്ര നാളത്തെ കാത്തിരിപ്പാണെന്നറിയോ. പപ്പായ്ക്ക് കുറച്ച് ടൈം പീരീഡ് ഉണ്ടല്ലോ, ഒന്ന് മൂത്ത് പഴുത്ത് ഈ ഒരു പാകത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. എത്ര ദിവസത്തെ കാത്തിരിപ്പാണെന്നറിയോ. പറമ്പിൽ നിന്ന് ഒരു മുറം നിറയെ സാധനങ്ങൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്. കോവയ്ക്ക ഇടയ്ക്കിടയ്ക്ക് കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞില്ലേ, വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു വെജിറ്റബിൾ പ്ലാന്റാണ് ഈ കോവയ്ക്ക. ഇത് ചോളമാണ് കേട്ടോ. ചോളം ഇങ്ങനെ മുളപ്പിച്ച് വെച്ചേക്കുക പറമ്പിൽ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടു കൊടുക്കണം. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഈ പപ്പായ മരത്തിലും 2 യെല്ലോ കളറായിട്ട് നിൽക്കണേണ്ടത്. അപ്പോൾ ചേട്ടൻ അതും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, പ്ലീസ് കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ഒരു മുറ നിറയെ പച്ചക്കറി കിട്ടിയിട്ടുണ്ട്. പപ്പായ, വെണ്ടയ്ക്ക, വഴുതനങ്ങ, കോവയ്ക്ക, അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന്. പിന്നെ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് സൂപ്പറായി. നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.